രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ലൈംഗിക പീഡന കേസിൽ വിശദമായ തെളിവെടുപ്പിന് പ്രത്യേക അന്വേഷണ സംഘം 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം. തിരുവല്ല കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം എന്ന് കേൾക്കുന്നു. തിരുവല്ല കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അല്ലേ? അതെ, തീർച്ചയായും. ഇന്ന് ഇത് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് SIT ആവശ്യപ്പെടുക. നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം ഇതിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവതിയെ പീഡിപ്പിച്ച ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. കൂടാതെ പീഡിപ്പിച്ച വേളയിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന യുവതി പരാതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. അതുപോലെ സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം SIT ഇന്ന് കോടതി അറിയിക്കും. അതിനുശേഷമായിരിക്കും ഈ വിവരങ്ങളെല്ലാം അറിയിച്ച ശേഷം ആയിരിക്കും കസ്റ്റഡി അപേക്ഷയ്ക്ക് ഒപ്പം ഉണ്ടാവുക. ഈ രാഹുൽ കേസിൽ പരാമർശിക്കുന്ന തിരുവല്ലയിലെ ഹോട്ടലെത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നത്. ഈ ഹോട്ടൽ റിസപ്ഷനിലെ ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഹോട്ടലിലെ രജിസ്റ്ററുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലാണുള്ളത്. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഈ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിക്കുന്നുണ്ട്. രാഹുലിന്റെ അഭിഭാഷകൻ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹർജിയിൽ ഇന്നലെ വാദം കേൾക്കേണ്ട എന്നായിരുന്നു കോടതി പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നത്. കസ്റ്റഡിയിൽ അപേക്ഷയിൽ തീരുമാനം ഉണ്ടായ ശേഷം മാത്രമേ ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൻ, ഒരു സംശയം. പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകുമോ? അങ്ങനെ ഉണ്ടാവില്ല ഉടൻ എന്നാണ് കേട്ടിരുന്നത്. കസ്റ്റഡിയിൽ എന്താവും എന്ന് അറിയട്ടെ, അതിനുശേഷമേ ഉള്ളൂ. പ്രതിഭാഗം മാറി നിൽക്കുകയാണ്, ജാമ്യാപേക്ഷ നൽകില്ല എന്നാണ് കേട്ടിരുന്നത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ നൽകുമോ? കഴിഞ്ഞ ദിവസം ഇതേപോലെ കോടതി അവധിയായതിനാൽ ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരുന്നു രാഹുലിനെ ഹാജരാക്കിയത്. ആ സമയത്ത് ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ആ സമയത്ത് കോടതി അത് പരിഗണിച്ചിരുന്നില്ല, ജാമ്യം തള്ളുകയായിരുന്നു. അതിനുശേഷം ഇന്ന് കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് പോകുക. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതായാലും കസ്റ്റഡി അപേക്ഷയിലുള്ള തീരുമാനം ഉണ്ടായ ശേഷം മാത്രമായിരിക്കും ഈ ജാമ്യാപേക്ഷയെ പറ്റി ചിന്തിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നതുമായ. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.